പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ വ്യോമസേന നിർണായകമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സാധാരണയായി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സൈനിക വിമാനങ്ങൾക്കും ആവശ്യമായ സ്പെയർ പാർട്സുകളിൽ ഏകദേശം 97% ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാൻ വ്യോമസേനയ്ക്ക് സാധിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിദേശ വിതരണക്കാരെ ആശ്രയിച്ചിരുന്ന നിരവധി നിർണായക ഘടകങ്ങൾ ആഭ്യന്തരമായി വികസിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തതിലൂടെ സേനയുടെ പ്രവർത്തന സ്വയം പര്യാപ്തത ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററികൾ, പൈലറ്റുമാരുടെ പാരച്യൂട്ടുകൾ, ഇജക്ഷൻ സീറ്റുകളിൽ ഉപയോഗിക്കുന്ന രക്ഷപ്പെടൽ സംവിധാനങ്ങളിലെ സ്ഫോടക ഘടകങ്ങൾ, വിമാന ടയറുകൾ, വൈദ്യുതി വിതരണത്തിനുള്ള പവർ കാർട്ടുകൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ സ്ഥിരമായ പറക്കലും പരിപാലനവും ഉറപ്പാക്കുന്നതിൽ ഇത്തരം ചെറിയ ഘടകങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യമുണ്ട്. ഇവയുടെ ലഭ്യതയിലുണ്ടാകുന്ന ചെറിയ തടസ്സം പോലും വിമാനങ്ങളുടെ പ്രവർത്തന സജ്ജതയെ ബാധിക്കാനിടയുള്ളതിനാൽ തദ്ദേശീയോൽപാദനത്തിന് വ്യോമസേന പ്രത്യേക മുൻഗണന നൽകുകയാണ്. തദ്ദേശീയവൽക്കരണത്തിലൂടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 582 കോടി രൂപയുടെ വിദേശ നാണ്യം ലഭിക്കാൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ സാമ്പത്തിക ലാഭം മാത്രമല്ല, വിദേശ വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങളെ മറികടക്കാനുള്ള ശേഷിയും സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ അസംസ്കൃത വസ്തുക്കളുടെയും സാങ്കേതിക ഘടകങ്ങളുടെയും വിതരണത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വം വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ നേട്ടത്തിന് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. വ്യോമസേനയുടെ പരിപാലന കമാൻഡ് മാത്രം ഏകദേശം 62,300 സ്പെയർ പാർട്സുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. വിവിധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും പരിപാലനത്തിനിടെ നിരന്തരം ആവശ്യമായി വരുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈനിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിലവാരവും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനൊപ്പം ആഭ്യന്തര ഉൽപാദന ശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. അടിയന്തര ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുന്നതിനായി വ്യോമസേന 2002 മുതൽ ത്രിമാന അച്ചടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ ഒരു സ്പെയർ പാർട്ട് വിദേശത്ത് നിന്നെത്താൻ കൂടുതൽ സമയം ആവശ്യമായി വരുമ്പോൾ ആവശ്യമായ ചില ഘടകങ്ങൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ത്രിമാന അച്ചടി സംവിധാനത്തിലൂടെ വേഗത്തിൽ നിർമ്മിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും പരിമിതമായ അളവിൽ ആവശ്യമായ ഘടകങ്ങൾക്കും ഇത് പ്രയോജനകരമാണ്. സ്വകാര്യ വ്യവസായ മേഖലയുമായുള്ള സഹകരണമാണ് ഈ തദ്ദേശീയവൽക്കരണ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത. സൈനിക മേഖലയിലെ ആവശ്യങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുമായി പങ്കുവച്ച് അവയ്ക്കനുസരിച്ചുള്ള ഘടകങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും വ്യോമസേന ശ്രമിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും പ്രതിരോധ ഉൽപാദന രംഗത്തേക്ക് കൂടുതൽ കടന്നുവരാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം സഹകരണങ്ങൾ സഹായകരമാണ്. എന്നിരുന്നാലും വ്യോമസേനയുടെ മുഴുവൻ ആവശ്യങ്ങളിലും വിദേശ ആശ്രിതത്വം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. റഷ്യൻ നിർമ്മിത സുഖോയ് 30, MKI, MiG-29, Mi-17 ഹെലികോപ്റ്ററുകൾ, AN-32 ഗതാഗത വിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2000 റഫേൽ യുദ്ധവിമാനങ്ങളും വ്യോമസേനയുടെ പ്രധാന വിമാന വ്യൂഹത്തിന്റെ ഭാഗമാണ്. ഇവയിൽ ചിലതിന് ആവശ്യമായ എഞ്ചിനുകൾ, പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങൾ, സജീവമായ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും വിദേശ സാങ്കേതിക സഹായവും വിതരണ ശൃംഖലകളും ആവശ്യമാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ആഗോള വിതരണ ശൃംഖലകളിലുണ്ടായ തടസ്സങ്ങൾ വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യത കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യൻ നിർമ്മിത വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകളുടെയും ചില സാങ്കേതിക ഘടകങ്ങളുടെയും ലഭ്യതയിൽ ഭാവിയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ നേരിടുന്നതിനായി ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റഷ്യൻ കമ്പനികളുമായും ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയുമായും ചേർന്ന് വിവിധ സ്പെയർ പാർട്സുകളുടെ തദ്ദേശീയ ഉൽപാദനവും അറ്റകുറ്റപ്പണി ശേഷിയും വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിദേശത്ത് നിന്ന് ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവയുടെ സാങ്കേതിക വിദ്യയും നിർമ്മാണശേഷിയും രാജ്യത്തിനകത്ത് വികസിപ്പിക്കുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം. തദ്ദേശീയവൽക്കരണത്തിന്റെ ഈ മുന്നേറ്റം വിമാനങ്ങളുടെ പ്രവർത്തന സജ്ജത ഉറപ്പാക്കുന്നതിനൊപ്പം യുദ്ധ സാഹചര്യങ്ങളിൽ വിതരണ ശൃംഖല തടസ്സപ്പെടുമ്പോഴും സേനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം വിദേശ നാണ്യ ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വളർത്താനും രാജ്യത്തെ സാങ്കേതിക വിദ്യാ വികസനത്തിന് പ്രചോദനം നൽകാനും ഇത് സഹായിക്കും. അതിനാൽ സ്പെയർ പാർട്സുകളുടെ 97% വരെ തദ്ദേശീയമായി നിർമ്മിക്കുന്നതെന്ന നേട്ടം ഒരു സാധാരണ ഇറക്കുമതി കുറയ്ക്കൽ നടപടിയായി മാത്രം കണക്കാക്കാനാകില്ല. ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത, സൈനിക പ്രവർത്തനങ്ങളുടെ തുടർച്ച, ആഭ്യന്തര വ്യവസായത്തിന്റെ വളർച്ച, ആഗോള വിതരണ പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി എന്നിവയെ ഒരേ സമയം ശക്തിപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.